ഹായ് ഫ്രണ്ട്സ്, സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രസന്നകുമാർ. സർവീസ് എക്സാമിനേഷൻ ബോർഡ് നടത്തുന്ന പരീക്ഷകളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റായ കോഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് അതിന്റെ എല്ലാ ടോപ്പിക്സുകളും ചെറിയ ചെറിയ വീഡിയോ ആയി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും എന്റെ ഈ പ്രസന്റേഷൻ നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനം ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്റെ വീഡിയോ കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും അത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്ന ഒരു ചെറിയ ടോപ്പിക് എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ബൈലോസ് ആണ്. അപ്പൊ എന്താണ് ഈ ബൈല എന്ന് നമ്മൾ പറയുന്നത്? ആസ് പെർ ദ കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് സെക്ഷൻ 2 subsection B, the bylaw means the registered bylaw of a cooperative society for the time being in force. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോ എന്ന് പറയുന്നത്, രജിസ്റ്റേർഡ് ബൈലോ എന്ന് പറയുന്നത് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 സെക്ഷൻ 2 subsection Bയിലാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോയുടെ സബ്ജക്ട് മാറ്റർ എങ്ങനെ ആയിരിക്കണമെന്ന് പറയുന്നത് റൂൾ 5ലാണ്. എന്നാൽ അക്കോർഡിംഗ് ടു റൂൾ 6 of the Kerala Cooperative Societies rules, the registrar of cooperative societies competent to frame model bylaws for different types of societies. പല സൊസൈറ്റികൾക്കും മോഡൽ ബൈലാസ് പ്രിപ്പയർ ചെയ്യുന്നത് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. ദ ബൈല റെപ്രസെന്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ ചാർട്ടർ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ ഭരണഘടന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനാണ് ശരിക്കും ബൈല എന്ന് പറയുന്നത്. So the bylaw of a cooperative society explain the internal management and administration of a society. ഒരു സൊസൈറ്റിയുടെ ഇന്റേണൽ മാനേജ്മെന്റ്, അതിന്റെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷനാണ് ബൈലോ എന്ന് പറയുന്നത്. So actually it contains the name of the society, the area of operation, the objects of the society, share capital, then membership, rights and duties of members and their liabilities. ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് ആണ് ഈ ബൈലോ ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ദ ബൈലോ ആർ ഫോംഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദ കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആൻഡ് റൂൾസ് ആണ്. ഈ ബൈലോ എന്ന് പറയുന്നത് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആൻഡ് റൂൾസിന്റെ പ്രൊവിഷനിൽ ഒതുങ്ങി നിന്നുകൊണ്ടായിരിക്കണം ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത്. If any dispute arises between the bylaw and the act and rules, the provisions of the act must be considered as important. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ബൈലോയും അതോടൊപ്പം തന്നെ ആക്ട് ആൻഡ് റൂൾസ് എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് അറൈസ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ പരിഗണിക്കേണ്ടത് തീർച്ചയായും എന്തായിരിക്കണം? ആക്ട് ആൻഡ് റൂൾസ് ആയിരിക്കണം. സോ ദ പ്രൊവിഷൻസ് ഓഫ് ബൈലോ ഷുഡ് നോട്ട് ബി കോൺട്രറി ടു ദി പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട് ആൻഡ് റൂൾസ്. അതുകൊണ്ട് തന്നെ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോ നമ്മൾ എഴുതി ഉണ്ടാക്കുന്ന സമയത്ത് ആക്ട് ആൻഡ് റൂൾസിന്റെ പ്രൊവിഷൻസിന് കോൺട്രറി അല്ലെങ്കിൽ എതിരാവാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ മോഡൽ ബൈലോയുമായി ബന്ധപ്പെട്ട് ഒരു സൊസൈറ്റിയുടെ അഡ്ഹോക് കമ്മിറ്റി തയ്യാറാക്കുന്ന ബൈലയെ നമ്മൾ വിളിക്കുന്ന പേര് ഡ്രാഫ്റ്റ് ബൈല എന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഡ്രാഫ്റ്റ് ബൈലോ തയ്യാറാക്കിയതിനു ശേഷം അതിന്റെ 3 കോപ്പീസ് അതിന്റെ മെമ്പേഴ്സ്, ആ കമ്മിറ്റിയുള്ള മെമ്പേഴ്സ് സൈൻ ചെയ്തതിനു ശേഷം അതിന്റെ പ്രിസ്ക്രൈബ്ഡ് ആപ്ലിക്കേഷൻ ഫോമും രജിസ്ട്രേഷൻ ഫീസും വെച്ച് രജിസ്ട്രാർക്ക് രജിസ്ട്രേഷന് വേണ്ടി നമ്മൾ സബ്മിറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ രജിസ്ട്രാർ കയ്യിലേക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ രജിസ്ട്രാർ ഈ ബൈലോ ഓഫ് ദ സൊസൈറ്റി മസ്റ്റ് ബി സൈൻഡ് ആൻഡ് സീൽഡ് അലോങ് വിത്ത് ദ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഈസ് കാൾഡ് ദ സർട്ടിഫൈഡ് കോപ്പി ഓഫ് ബൈലാസ്. അങ്ങനെ രജിസ്ട്രാർ കയ്യിലേക്ക് ആപ്ലിക്കേഷനും അതോടൊപ്പം തന്നെ പ്രിസ്ക്രൈബ്ഡ് ഫീയും കിട്ടിക്കഴിഞ്ഞാൽ രജിസ്ട്രാർ ഇത് സൈൻ ചെയ്ത് അതിനകത്ത് സീൽ ചെയ്ത് ഇത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സർട്ടിഫൈഡ് കോപ്പീസ് ഓഫ് ബൈലോ ആയി. അങ്ങനെ സൊസൈറ്റിയുടെ ബൈലോ നിലവിൽ വരും. അങ്ങനെ ഒരു സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ബൈലോ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രിസ്ക്രൈബ്ഡ് ഫീ ഉണ്ട്. അതെന്താണ് ആ ഫീയുടെ സ്ട്രക്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന ബൈലോ എന്ന് പറയുന്നത് ഒരു സൊസൈറ്റി അതിന്റെ ഓപ്പറേഷൻ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു താലൂക്കിനകത്താണ് എങ്കിൽ അതിന്റെ ഫീസ് 2000 രൂപയും, ഒരു താലൂക്കിന് മുകളിൽ ഡിസ്ട്രിക്റ്റിന് താഴെയാണ് എങ്കിൽ 4000 രൂപയും, അത് ഒരു ഡിസ്ട്രിക്റ്റിലാണ് അതിന്റെ പ്രവർത്തന മേഖല എങ്കിൽ 5000 രൂപയും, അത് ഒരു ഡിസ്ട്രിക്റ്റിന് മുകളിലാണ് എങ്കിൽ 10000 രൂപയുമാണ് അതിന്റെ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത്. എന്നാൽ ഒരു സൊസൈറ്റിയുടെ ബൈലോ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് അത് വിമൺ സൊസൈറ്റിയോ അല്ലെങ്കിൽ SC ST സൊസൈറ്റി ആണെങ്കിൽ 500 രൂപയും,
ഒരു സ്കൂൾ സൊസൈറ്റി ആണെങ്കിൽ അത് 100 രൂപയുമാണ് അതിന്റെ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ബൈലോ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഒരു രജിസ്ട്രാറെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ബൈല 90 ദിവസത്തിനകം നമുക്ക് രജിസ്റ്റർ ചെയ്ത് കിട്ടണം. അങ്ങനെ ഒരു സൊസൈറ്റിയുടെ ബൈല രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ സൊസൈറ്റി തീർച്ചയായും എന്താവും, ആ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ അതിന്റെ ആക്ടിവിറ്റീസും എല്ലാം നിലവിൽ വരും. അപ്പൊ ഇങ്ങനെയുള്ള ഈ ബൈല എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ്. ഒരു സൊസൈറ്റി പ്രവർത്തിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ബൈലയുടെ ഓബ്ജക്ട്സിനകത്ത് നിന്നുകൊണ്ട് മാത്രമായിരിക്കും. അപ്പൊ നമ്മുടെ ചോദ്യം, ഇങ്ങനെ ഒരു ബൈല നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ, ഒരിക്കൽ തയ്യാറാക്കിയ ബൈല അതിനെ അമെൻഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്. തീർച്ചയായും നമുക്കൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈല അമെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈല അമെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ ചെയ്യേണ്ട പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതിനൊരു സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടും. അങ്ങനെ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടിയതിനു ശേഷം അതിൽ പ്രസന്റ് ആയിരിക്കുന്ന മൊത്തം മെമ്പേഴ്സിന്റെ 2/3 ആൾക്കാരുടെ മെജോറിറ്റിയില് അതിൽ കുറയാത്ത ഭൂരിപക്ഷത്തില് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കും. അങ്ങനെ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും ഈ ബൈലയെ നമുക്ക് എന്ത് ചെയ്യാം, അമെൻഡ് ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ദ അമെൻഡ്മെന്റ് പ്രൊപ്പോസ്ഡ് ടു ബൈല ഈസ് വാലിഡ് ഓൺലി ഇഫ് ദർ ഈസ് എ പ്രോപ്പർ കോറം ഇൻ ദ ജനറൽ ബോഡി, ഈവൻ ഇഫ് ദ ജനറൽ ബോഡി പാസസ് ഇറ്റ് വിത്ത് 2/3 മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ്. 2/3 ഭൂരിപക്ഷത്തോടുകൂടി മെജോറിറ്റി നമ്മൾ പാസ്സാക്കിയാൽ പോലും തീർച്ചയായും ജനറൽ ബോഡിയുടെ പ്രോപ്പർ കോറം ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രപ്പോസ്ഡ് ബൈലയെ നമുക്ക് അമെൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. The amendment proposed bylaw is valid only if it is registered by the registrar. ഇങ്ങനെ നമ്മൾ പ്രപ്പോസ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ അമെൻഡ് ചെയ്തേക്കുന്ന ബൈല തീർച്ചയായും അത് രജിസ്ട്രാറെ കയ്യിൽ കൊടുത്ത് രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ ഇത് വാലിഡ് ആവത്തുള്ളൂ. അങ്ങനെ ഒരു ബൈല അമെൻഡ് ചെയ്യുന്നതിന് വേണ്ടി അമെൻഡഡ് ബൈലയുടെ 4 കോപ്പീസും അതിന്റെ പ്രിസ്ക്രൈബ്ഡ് ആപ്ലിക്കേഷനും അതോടൊപ്പം തന്നെ പ്രിസ്ക്രൈബ്ഡ് ആ രജിസ്ട്രേഷൻ ഫീസും വെച്ച് നമ്മൾ രജിസ്ട്രാറുടെ മുമ്പിലേക്ക് സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ രജിസ്ട്രാറുടെ മുമ്പിലേക്ക് സബ്മിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനിൽ തീർച്ചയായും അതിനകത്ത് സെക്രട്ടറിയും 2 മാനേജിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട 2 വ്യക്തികളും തീർച്ചയായും അതിൽ ഒപ്പിട്ടിരിക്കണം. ഇത് പലപ്പോഴും പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു കേസാണ്. അപ്പൊ നമ്മളോട് ബൈല അമെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു പ്രപ്പോസ്ഡ് ബൈല അമെൻഡ് ചെയ്യുന്നതിന് വേണ്ടി കോറം ഉള്ള ഒരു ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടി അതിൽ സന്നിഹിതരായിരിക്കുന്ന ആൾക്കാർ എത്രയാണോ അതിന്റെ 2/3 ഭൂരിപക്ഷത്തോടു കൂടി ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുകയും അങ്ങനെ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയതിന്റെ 4 കോപ്പീസും ആപ്ലിക്കേഷൻ ഫോമും പ്രിസ്ക്രൈബ്ഡ് ആപ്ലിക്കേഷൻ ഫീസും വെച്ച് രജിസ്ട്രാറുടെ മുമ്പിലേക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അപ്പൊ ഈ രജിസ്ട്രാറുടെ മുമ്പിലേക്ക് സബ്മിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനിൽ തീർച്ചയായും സെക്രട്ടറിയും അതുപോലെ തന്നെ മാനേജിംഗ് കമ്മിറ്റിയുടെ 2 മെമ്പേഴ്സും അതിനകത്ത് സൈൻ ചെയ്തിരിക്കണം, വളരെ നിർബന്ധമാണ്. അങ്ങനെ ദ ആപ്ലിക്കേഷൻ ടു രജിസ്റ്റർ ഫോർ രജിസ്റ്ററിംഗ് ദ അമെൻഡ്മെന്റ് ഷുഡ് ബി സെൻഡ് വിതിൻ 1 month ഓഫ് ദ ഡേറ്റ് ഓഫ് ദ ജനറൽ ബോഡി. ജനറൽ ബോഡി പാസ്സാക്കി 1 മാസത്തിനകം തീർച്ചയായും എന്ത് ചെയ്യണം, ആ പ്രോപ്പർ ഡോക്യുമെന്റുകൾ രജിസ്ട്രാറുടെ മുമ്പിൽ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്തിരിക്കണം. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തിരിക്കണം. അങ്ങനെ കിട്ടുന്ന അമെൻഡഡ് ബൈലോയുടെ കോപ്പി കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് രജിസ്ട്രാറുടെ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, സോ ദ രജിസ്റ്റർ ഷുഡ് ബി ഡിസ്പോസ്ഡ് ബൈ ദ രജിസ്ട്രേഷൻ വിതിൻ 90 days ഓഫ് സച്ച് ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ കിട്ടി 90 ദിവസത്തിനകം രജിസ്ട്രാർ അത് ഡിസ്പോസ് ചെയ്തിരിക്കണം, അത് രജിസ്റ്റർ ചെയ്ത് കൊടുത്തിരിക്കണം. തീർച്ചയായും അങ്ങനെ ചെയ്തിരിക്കണം. സോ വെൻ ദ രജിസ്റ്റർ റെഫ്യൂസസ് ടു രജിസ്റ്റർ ദ അമെൻഡ്മെന്റ് ഓഫ് എ സൊസൈറ്റി, അമെൻഡ്മെന്റ് ഓഫ് ബൈല തീർച്ചയായും റിജക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ റെഫ്യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യം വന്നാൽ, സോ ദ രജിസ്ട്രാർ ഷാൽ കമ്മ്യൂണിക്കേറ്റ് ദ ഓർഡർ വിത്ത് 7 days ഓഫ് സച്ച് റിഫ്യൂസൽ വിത്ത് പ്രോപ്പർ റീസൺ. എന്തുകൊണ്ടാണ് ആ അമെൻഡ്മെന്റ് ബൈല രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്തത്, അതിന്റെ പ്രോപ്പർ റീസൺ വെച്ചുകൊണ്ട് അത് തീർച്ചയായും രജിസ്ട്രാർ അതിന്റെ റിലവന്റ് വ്യക്തികൾക്ക് എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, if the application for amendment is not disposed within the specified time, so the applicant must make a representation to the government. അങ്ങനെ രജിസ്ട്രാർ ഏതെങ്കിലും സാഹചര്യത്തിൽ അമെൻഡഡ് ബൈല രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വിസമ്മതിച്ചു കഴിഞ്ഞാൽ ആപ്ലിക്കന്റ് തീർച്ചയായും ഇത് ഗവൺമെന്റിന് റെപ്രസെന്റേഷന് വേണ്ടി സബ്മിറ്റ് ചെയ്യും. അങ്ങനെ റെപ്രസെന്റേഷന് വേണ്ടി സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ the government shall take an appropriate decision within 60 days. 60 ദിവസത്തിനകം ഗവൺമെന്റ് അതിന്മേൽ നടപടി സ്വീകരിക്കും. ഇതാണ് അതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു രജിസ്ട്രാറുടെ മുമ്പിലേക്ക് അമെൻഡഡ് ബൈല കിട്ടിക്കഴിഞ്ഞാൽ ദ രജിസ്ട്രാർ ഷാൽ കൺസൾട്ട് ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഇഫ് ദ ബൈലാസ് ടു ബി അമെൻഡഡ് ആർ ദാറ്റ് ഓഫ് ആൻ അഫക്ട് സൊസൈറ്റി ഓർ എ സെൻട്രൽ സൊസൈറ്റി.
ഒരു സൊസൈറ്റി സെൻട്രൽ സൊസൈറ്റിയുടെയോ അല്ലെങ്കിൽ അപെക്സ് സൊസൈറ്റിയുടെയോ ബൈലയാണ് അമെന്റ് ചെയ്യേണ്ടി വരുന്നതെങ്കിൽ രജിസ്ട്രാർ തീർച്ചയായും സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനുമായി കൺസൾട്ട് ചെയ്യും. എന്നാൽ മറ്റേതെങ്കിലും സൊസൈറ്റിയുടെയാണ് ബൈല അമെന്റ് ചെയ്യേണ്ടതെങ്കിൽ രജിസ്ട്രാർ തീർച്ചയായും സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയനുമായിട്ട് ഡിസ്കസ് ചെയ്യും. കൂടാതെ തന്നെ അതിന്റെ ഫൈനാൻസിംഗ് ബാങ്ക് ഏതാണോ ആ ഫൈനാൻസിംഗ് ബാങ്കുമായിട്ട് എന്ത് ചെയ്യും, കൺസൾട്ട് ചെയ്യും. അങ്ങനെ കൺസൾട്ട് ചെയ്ത് രജിസ്ട്രാർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യും, ഇല്ലാത്ത പക്ഷം അത് റെഫ്യൂസ് ചെയ്യും. ഇതാണ് ഒരു സൊസൈറ്റിയുടെ ബൈലയും അതിന്റെ അമെന്റ്മെന്റും എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈല എന്ന് പറയുന്നത് അതിന്റെ ഭരണഘടനയാണ്. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മോഡൽ ബൈലോ എന്ന് പറയുന്നത് പ്രിപ്പയർ ചെയ്യുന്നത് രജിസ്ട്രാറാണ്. ഒരു സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രപ്പോസ്ഡ് ബൈല തയ്യാറാക്കുന്നത് അഡ്ഹോക് കമ്മിറ്റിയാണ്. അങ്ങനെ പ്രപ്പോസ്ഡ് ബൈല തയ്യാറാക്കി കഴിഞ്ഞാൽ അതിന്റെ 3 കോപ്പിയും അതിന്റെ രജിസ്ട്രേഷൻ ഫീസും അതുപോലെ ആപ്ലിക്കേഷനും എല്ലാ മെമ്പേഴ്സും ഒപ്പിട്ട് രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യും. രജിസ്ട്രാർ അത് സാധാരണ രജിസ്റ്റർ ചെയ്യുന്ന പോലെ 90 ദിവസത്തിനകം അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കും. അതോടൊപ്പം തന്നെ ഒരു സൊസൈറ്റിയുടെ ബൈല എപ്പോഴെങ്കിലും അമെന്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചുകൂട്ടി തീർച്ചയായും അതെന്ത് ചെയ്യും, അത് 2/3 ഭൂരിപക്ഷത്തോടുകൂടി റെസൊല്യൂഷൻ പാസ്സാക്കി അമെന്റ് ചെയ്യാം. അങ്ങനെ അമെന്റ് ചെയ്യുന്ന സമയത്ത് ആ ആപ്ലിക്കേഷനിൽ സെക്രട്ടറിയും അതിന്റെ 2 മാനേജിംഗ് കമ്മിറ്റിയുടെ ഏറ്റവും കുറഞ്ഞ 2 മെമ്പേഴ്സും അതിനകത്ത് ഒപ്പിട്ടിരിക്കണം. ഇങ്ങനെ അമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 മാസത്തിനകം തന്നെ ജനറൽ ബോഡി കൂടിയ 1 മാസത്തിനകം തന്നെ ഇത് രജിസ്ട്രാർ മുമ്പിലേക്ക് ഇത് സബ്മിറ്റ് ചെയ്തിരിക്കണം. രജിസ്ട്രാർ ഇത് 90 ദിവസത്തിനകം രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ അത് റെഫ്യൂസ് ചെയ്യണം. ആ വിവരം തീർച്ചയായും എന്ത് ചെയ്യണം, അത് 7 ഡേയ്സിന് മുമ്പ് തന്നെ ആ റെഫ്യൂസൽ ഓർഡറിന്റെ റീസൺ എന്താണെന്ന് കാണിച്ച് രജിസ്ട്രാർ ആപ്ലിക്കന്റിന് അത് സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആപ്ലിക്കന്റ് ഗവൺമെന്റ് റെപ്രസെന്റേഷൻ കൊടുക്കും. ഈ ആപ്ലിക്കേഷൻ കിട്ടി 60 ദിവസത്തിനകം ഗവൺമെന്റ് അതിന്മേൽ നടപടി സ്വീകരിക്കും. ഇതാണ് ഒരു ബൈലായും അതിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ, ഒരു ബൈല അമെന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കേസുകൾ. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള അമെന്റ്മെന്റ് ഓഫ് ബൈല ആസ് വെൽ ആസ് ബൈല ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പൊ നിങ്ങൾക്ക് ബൈല എന്താണെന്ന് ഏകദേശം ഒരു ധാരണയായി കാണും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ്.